ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മത്തായി 22-15-16 വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരോ, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പരസ്പരം ഭിന്നാഭിപ്രായത്തോടെ ജീവിച്ച പരീശന്മാർ യേശുവിനെ കൊടുക്കാൻ ഹേരോദ്യരുമായി യോജിക്കുന്നു. അവരെ അന്നത്തെ ഗവൺമെന്റിന് അനുകൂലരായിരുന്നു. റോമ ഗവൺമെന്റിന് അനുകൂലരായ ഹേരോദ്യർ ഗവൺമെന്റിന് കരം കൊടുക്കണമെന്ന വാദഗതിക്കാരായിരുന്നു. ദൈവമാണ് ഇസ്രായേലിൻ്റെ ഭരണാധികാരി എന്നതുകൊണ്ട് പുറജാതി ഗവൺമെന്റായ റോമൻ ഗവൺമെന്റിന് കരം കൊടുക്കുന്നത് കൊണ്ട് തങ്ങൾ അവർക്ക് കീഴടങ്ങുകയാണെന്നുള്ളതിനാൽ അവർക്ക് കരം കൊടുക്കുന്നത് തെറ്റാണെന്ന് പരീശന്മാർ വാദിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വിരുദ്ധ ആശയക്കാർ തമ്മിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സർവജ്ഞാനിയായ യേശുവിനെ കുടുക്കിൽ അകപ്പെടുത്താൻ. ദോഷശക്തികളുടെ ഉത്ഭവസ്ഥാനങ്ങളെല്ലാം പിശാചിൽ നിന്നാകയാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുക എന്നത് സ്വാഭാവികം. യേശുക്രിസ്തു സത്യമാണെന്നും നേരായി ദൈവിക വഴികളെ പഠിപ്പിക്കുന്നവനാണെന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കാത്തവനും മുഖം നോക്കാത്തവനും ശങ്കിക്കാത്തവനുമാണെന്ന് അവർക്ക് നന്നായി അറിയാം. ഇതൊക്കെ അവർ സൂക്ഷ്മ നിരീക്ഷണം നടത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ശരിയായതിനെ അവർ തിന്മയ്ക്കായി ഉപയോഗിച്ചു. ഏത് ശരിയെയും തെറ്റായി മാറ്റാൻ ഛിദ്രശക്തികൾക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. മതത്തിൻ്റെ ശക്തിയും രാഷ്ട്രീയ ശക്തിയുമൊക്കെ ഒന്നിച്ചു ചേരുമ്പോൾ സത്യത്തെ മിഥ്യയാക്കി മാറ്റുകയും കളവിനെ സത്യമാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തെ സത്യാനന്തരകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. മുഖം നോക്കാതെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയണം. അതാണ് പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ചെയ്തത്. ഏലിയാവ്, യെശയ്യാവ്, ഇരമ്യാവ്, സ്നാപക യോഹന്നാൻ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസ്, പൗലോസ്, ഇവരെല്ലാം അനീതിക്കെതിരെ കണ്ണടയ്ക്കുക ആയിരുന്നില്ല. അതായത് അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പ്രതികരിച്ചു. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. വളരെ മുഖ്യന്മാരെന്ന് കരുതുന്നവർ പോലും എങ്ങും തൊടാതെ മനുഷ്യമുഖം നോക്കി സ്ഥാനമാനങ്ങൾക്കും നല്ല പിള്ളമാരാകാനും വേണ്ടി മുന്നേറുന്ന കാലഘട്ടമാണ്. മനുഷ്യരുടെ മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നവന് ദൈവത്തിൻ്റെ വഴി നേരായ പഠിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ അവർക്കറിയാമായിരുന്നു. അവർ മനഃപൂർവ്വം അറിയില്ലെന്ന് നടിക്കുകയാണ്. യേശുവിന് ആരെയും ശങ്കിക്കേണ്ട കാര്യമില്ലായിരുന്നു. വ്യക്തിസേവ കൊണ്ടല്ലായിരുന്നു കർത്താവ് ഉപജീവനം നടത്തിയത്. അതുപോലെ ക്രിസ്തുവിൻ്റെ ദാസന്മാരും അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ക്രിസ്തുവിന് സമാനമായ വിധത്തിൽ ആരെയും അനാവശ്യമായി ശങ്കിക്കാൻ പാടില്ല. സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ ആരെയും ശങ്കിക്കരുത്. അപ്പോൾ തന്നെ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതും ക്രിസ്തീയ വിശ്വാസികൾക്ക് അനിവാര്യമായ
ഒരു കാര്യമാണ്. എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം അസത്യത്തിനെ അങ്ങനെ തന്നെ കാണാൻ, അതിനോട് അലയൻസ് ചെയ്യാതിരിക്കാൻ ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. കർത്താവിനെ പോലെ ഉള്ള നിലപാടുകൾ എടുക്കാൻ മാനുഷികമായി നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും പരമാവധി സത്യത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ലോകം പിൽക്കാലത്തെങ്കിലും അംഗീകരിക്കും, സ്വർഗം നമ്മളെ മാനിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, പുതിയ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അസത്യത്തിന് എതിരെ നിൽക്കാനും സത്യത്തെ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും സഹായിക്കണമേ. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും നിലനിൽപ്പിനുമായി അസത്യത്തോടും അനീതിയോടും കൂട്ടുകെട്ടുണ്ടാക്കുന്ന ഒരു തെറ്റായ സ്വഭാവം ഞങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതിൽ നിന്ന് മോചിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയാലല്ലാതെ ഞങ്ങൾക്കതിന് സാധ്യമല്ലല്ലോ. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നേരോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇന്ന് ഇടയാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നീതിയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.